الله أكبر الله أكبر لا إله إلا الله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن لله ما في السماوات والأرض ألا إن وعد الله حق ولكن أكثرهم لا يعلمون. ويحيي ويميت وإليه ترجعون. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته وبذلك فليفرحوا هو خير مما يجمعون. صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഞങ്ങളെന്ന പോലെ ഞങ്ങളോട് മാധ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യനെ ഒരു ജീവിത യാഥാർത്ഥ്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഖുർആൻ പല കാര്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ മനുഷ്യൻ അങ്ങനെ ഒരു സ്വഭാവം എത്ര പറഞ്ഞാലും ചിലപ്പോൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടു. അതുകൊണ്ട് ആവർത്തിച്ചു പറയുക എന്നത് മനുഷ്യ മനസ്സിന് ആവശ്യമാണ് എന്ന് സൃഷ്ടാവായ അല്ലാഹു അറിയുന്നത് കൊണ്ട് ഖുർആൻ പല സംഗതികളും ആവർത്തിച്ച് പറഞ്ഞു. അതിൽ ആവർത്തിച്ച് പറയുന്ന കുറേ സംഗതികൾ നോക്കിയാൽ വളരെ രസകരവും പ്രധാനപ്പെട്ടതുമായ കുറേ സംഗതികൾ കാണാൻ. അക്സറുൻ നാസി ലാ യഅലം ആവർത്തിച്ച് പറയുന്ന ഒരായത്താണ്. ജനങ്ങൾക്ക് അധികം ആളുകൾക്കും അറിയില്ല, ആരും മനസ്സിലാക്കാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. അക്സറുൻ നാസി ലാ യുഅ്മിനൂൻ ജനങ്ങളിൽ അധികം ആളുകളും സത്യത്തിൽ വിശ്വസിക്കാത്തവരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വിവരമില്ലാത്തതുകൊണ്ട് വിശ്വസിക്കാൻ അത് കഴിയുന്നില്ല എന്നതാണ്. വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ നബിയോട് പറയാം, നബിയോടും ലോകത്തിലെ എല്ലാ പ്രബോധന പ്രവർത്തകരോടും നീ എത്ര അതിയായി ആഗ്രഹിച്ചാലും ജനങ്ങളിൽ അധികം ആളുകളും സത്യത്തിൽ വിശ്വസിക്കുകയില്ല. അക്സറുൻ നാസി ലാ യഷ്കുറൂൻ ജനങ്ങളിൽ അധികം ആളുകളും നന്ദി ഇല്ലാത്തവരാണ്, നന്ദി കാണിക്കാത്തവരാണ്. അക്സറുൻ നാസി ബൽ അക്സറുഹും ലാ യഅഖിലൂൻ അധികം ആളുകൾക്കും ബുദ്ധി ഇല്ലാത്തവരാണ്. ഇല്ലാത്തതുകൊണ്ടല്ല, ബുദ്ധി പ്രയോഗിക്കാത്തവരാണ്. ബുദ്ധി എന്താണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ ഇനി വിശ്വസിക്കുന്ന ആളുകൾ അവരെ തന്നെ ശിർക്ക് കലർത്തിക്കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നതാണ്. മറ്റതൊക്കെ വിശ്വാസികളല്ലാത്ത ആളുകളെ കുറിച്ച് മാത്രം പറഞ്ഞാണ്. ഇനി വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അതിൽ അല്ലാഹുവിന് പങ്കാളിത്തം കൂടി കൊടുത്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്നും അല്ലാഹു പറയുന്നത്. വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്.
യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രവാചകനും അറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്, എന്നെ നിങ്ങളെ കൊണ്ട് എന്താ അള്ള കാട്ടാൻ പോണെന്ന് എനിക്കറിയില്ല. എനിക്ക് വഹി വന്നിട്ടുണ്ട്, യുഹായ ഇന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ. നമ്മുടെ രക്ഷിതാവ്, നിങ്ങളെ എന്റെയൊക്കെ രക്ഷിതാവ് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് എന്ന് എനിക്ക് ദിവ്യബോധനം ലഭിച്ചത്. ആ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ ദിവ്യബോധനത്തിൽ വന്ന ജീവിത നടപടിക്രമങ്ങളെ കുറിച്ച് പറയാം. ഇതൊക്കെ എന്തിനാണ് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ എന്തിനാണ് ജനിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് അതേസമയം ഒരു ഗോള് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇല്ല, ഈ ജീവിതത്തിൽ മിഷൻ, ഗോൾ, എയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൈക്കോളജിയിൽ പഠിപ്പിക്കാറുണ്ട്. എയിം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് എന്താ വേണ്ടത്, ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരണം, മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള നമ്മുടെ ആ സംരംഭത്തിനെ സംബന്ധിച്ച്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളതാണ്. ഗോള് അത് സ്വർഗമാണ്, നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥാനം, നമ്മളെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുന്നത്. എന്തിനാ സ്വർഗത്തിൽ എത്തണതെന്ന് ചോദിച്ചാൽ അതറിയില്ല. കാരണം ഇതെല്ലാം അറിയണ പഠിച്ചവനാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്ത മനസ്സുകൾ ആകെ കുലുമാലാവും. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു പരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാത്തിനും പരിധിയുള്ളതുപോലെ ചിന്തയ്ക്കും ഒരു പരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യന്മാരെയൊക്കെ സൃഷ്ടിച്ച് ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ, ഏർപ്പാടുകളൊക്കെ ചെയ്തതിന് ശേഷം എന്താണ് അവരായിത്തീരുക എന്നത് നേരത്തെ നന്നായി അറിയുന്നവനാണല്ലോ അല്ലാഹു തആല. അറിഞ്ഞില്ലെങ്കിൽ അല്ലാഹു പറ്റൂല. അവിടെയൊരു പ്രശ്നം. നേരത്തെ കാര്യങ്ങൾ അറിയാത്ത ഒരു ശക്തി അല്ലാഹു വിളിക്കാൻ പറ്റൂല. എല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ ആളുകളെ ഇങ്ങനെ കുറെ ആളുകളെ ഇങ്ങനെയൊക്കെ വിഷമത്തിലും വേദനയിലും കൂടുതൽ എന്നൊക്കെ ചോദിക്കാൻ കഴിയാല് ആർക്കും ഉത്തരം കിട്ടില്ല. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ സംഗതി. അതിനേക്കാൾ വലിയ അത്ഭുതകരമായ സംഗതിയാണ് പിന്നെ നമ്മളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാകും. നമുക്കറിയാം സ്വന്തമായി നമുക്ക് യാതൊന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് വിശ്വസിക്കാനേ ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സമ്മതിക്കുകയൊക്കെ ചെയ്യും, താത്വികമായി സമ്മതിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താ കാര്യങ്ങൾ വരുമ്പോൾ ഇത് എന്റേതാണെന്ന് പറയണ ഒരു പരിപാടിയാണ് മനുഷ്യന്മാരെ അധികം. കാരണം അതിലായാലും അധികാൾക്ക് വിവരമില്ല. ഇത് അവന്റേതാണ് എന്നാണ് ധരിച്ചു വെച്ച് കിടക്കുന്നത്. പക്ഷേ അവന്റേതല്ലാന്ന് തോന്നുന്ന ഒരു സന്ദർഭമുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പോവുകയില്ല, നിവൃത്തിയില്ല, എന്റേതല്ല എന്നെനിക്ക് ബോധ്യം വരുന്ന ഒരു സന്ദർഭം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് തർക്കിക്കാൻ കൂടെ പറ്റില്ല, മിണ്ടാൻ പറ്റില്ലെങ്കിൽ തർക്കിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ചിന്തിക്കാൻ കൂടെ പറ്റില്ല, ആരാണെങ്കിൽ പിടിച്ചാൽ കൊണ്ടുപോയി. അപ്പൊ ഇത് നമ്മുടേതാണ് എന്ന് വിചാരിച്ചു നടക്കുന്ന ഈ ജീവനും ഈ ശരീരവും ഇതൊന്നും നമ്മളതല്ല എന്നുള്ളതാണ്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ എന്തെല്ലാം കാര്യത്തിലാണിത്, എന്തൊക്കെ കണക്കൂട്ടലുകളാണ്. എന്റേത്, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ കുടുംബം, എന്റെ കുളം, എന്റെ സ്വത്ത്, എന്റെ രാജ്യം. അത് അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ അല്ലല്ലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളത് മനസ്സിലാക്കണം, എങ്കിലേ നിങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ ജീവിക്കാൻ പറ്റൂ. കാരണം കരുണയാണ് അടിസ്ഥാനം. മനുഷ്യന്മാരെ തമ്മിൽ അടിയുണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, അവൻ അത് ചെയ്യുന്ന പറയാം, അവൻ ഇത് ചെയ്യുന്ന പറയാം, അവൻ അങ്ങോട്ടടിക്കുക, അവൻ ഇങ്ങോട്ടടിക്കുക, യുദ്ധം ചെയ്യുക, ആയുധം കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ വരുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് അധികം ആളുകളും അങ്ങനെയാണ്. അക്സറനാഥിലായാലും അഖിലു എന്ന് പറയും. അഖിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റലിജൻസ്, ബുദ്ധി. അത് മോഡേൺ ഡെഫിനിഷൻ ഓഫ് ഇന്റലിജൻസും ഇസ്ലാമിക് ഡെഫിനിഷൻ ഓഫ് ഇന്റലിജൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാല് ആധുനിക മനഃശാസ്ത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെന്ന് നടുക്കണ്ടെടുക്കുക. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ദ കപ്പാസിറ്റി ടു അഡ്ജസ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതായത് ഏത് സാഹചര്യത്തിലും അതിൽ നമ്മുടെ മികവുള്ള ആളുകളായി നിലനിൽക്കാനുള്ള ഒരു മെന്റൽ എനർജിയാണ് ഇന്റലിജൻസ്. ബുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ പഠിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അങ്ങനെ പഠിപ്പിക്കുന്നത്. ഏതൊരു സാഹചര്യത്തിലെത്തിയാൽ അവിടെ അവഗണിക്കപ്പെട്ടു പോകാതെ, തള്ളപ്പെട്ടു പോകാതെ, അവിടെ എങ്ങനെ വളരെ ഭക്തി ജ്ഞാനമുള്ള ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് നിൽക്കാനുള്ള ഒരാളിന്റെ കപ്പാസിറ്റിയെ കുറിച്ചാണ് അവന്റെ ബുദ്ധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത പണിയാണ് ചെയ്തത് അപ്പോളായി പോയി. നല്ല മെച്ചം കിട്ടിയ പണി ഞാൻ പറയും, നല്ല ബുദ്ധി കിട്ടോ, അതുകൊണ്ട് അവൻ ശരിക്കും ഷാർപ്പാണ് അവൻ.
അങ്ങനെയാണ് ഇന്റലിജൻസ്. പക്ഷേ അത് യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല. ഈ ലോകത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു തത്വമാണ് ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യം യാതൊരു ബന്ധമില്ല എന്നാണ്. അഖൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഹാൽ എന്ന വാക്കിന്നാണ്. എഹാൽ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിനും അതുപോലെ തന്നെ കുതിരയ്ക്കും ഒക്കെ കഴുത്തിലിട്ടിരുന്ന ഒരു സാധനമാണ് കടിഞ്ഞാണ്. അപ്പൊ ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ കുതിരയുടെ മുകളിലിരിക്കുന്ന ആള് അതങ്ങനെ അയച്ചിട്ടാൽ ഇങ്ങനെ ഒട്ടകം പോയിക്കൊണ്ടിരിക്കും. ബലപ്പിച്ച് പിടിച്ചാൽ നിൽക്കും. ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ വലത് കൈ പിടിച്ചു കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക്, ഇടത് കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക്. അപ്പൊ അതിനാണ് എക്കാല കൺട്രോൾ എന്നാണ് പറയുന്നത്. കൺട്രോൾ, നിയന്ത്രണം, കൺട്രോൾ. അപ്പൊ ആ അഖിലില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ല എന്നുള്ളതല്ല അർത്ഥം. യഥാർത്ഥത്തിൽ അവന് നിയന്ത്രണം ഇല്ല. അതായത് അവന്റെ ഹവന്നസ്, മനസ്സിൽ തോന്നുന്നതൊക്കെ ആഗ്രഹിക്കണൊക്കെ നേടാൻ വേണ്ടി എന്ത് ധർമ്മവും നീതിയും നോക്കാതെ പ്രവർത്തിക്കുക. അതായത് യാതൊരു തരത്തിലുള്ള കൺട്രോളും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഏർപ്പെടുത്താതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു ജന്തു. അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ബുദ്ധി ഇല്ല എന്ന് പറയുന്നത്, ബുദ്ധി പ്രയോഗിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ ബുദ്ധിയുടെ ഡെഫിനേഷനും ഈ ബുദ്ധിയുടെ ഡെഫിനേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നമുക്കൊന്നും വിളിച്ചു പോവാത്തതുണ്ട്. ഇവിടെ പോകാൻ പാടില്ല, ഇത് വള്ളിയാണ് എന്നുള്ള ഒരു ബോധമ വേണം. ഇവിടെ എല്ലാവരും ഒച്ച ഉണ്ടാക്കുകയാണെങ്കിൽ സാധാരണ മോഡേൺ ഇന്ത്യൻസ് അനുസരിച്ച് ഇവിടെ കമ്മിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ, കമ്മിറ്റി അതുപോലെ തർക്കം. അപ്പൊ ഭയങ്കര ഒച്ചയിൽ സംസാരിക്കണമെന്നുള്ള വഴിയാണ്. അങ്ങനെയാണല്ലോ സമൂഹത്തിൽ ഒച്ചയിലുണ്ട് വർത്താനൊക്കെ. അപ്പൊ വേറെ അതിനേക്കാൾ ഒച്ചയിൽ വർത്താനം പറഞ്ഞാൽ അവൻ പരിഗണിക്കപ്പെടും, അവനാണ് ഇവിടെ ബുദ്ധിമാൻ. അത് വേണം മാന്യനായി ഇത് പള്ളിയാണ്, ഒച്ച ഉണ്ടാക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് ബുദ്ധിമാൻ. ഇന്ന് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തൽക്കാലത്തെ വിജയത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന തോന്യാസങ്ങൾക്ക് ബുദ്ധിയാണ് എന്ന് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കും. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശങ്ങൾക്കൊത്ത് ജീവിക്കാൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ബുദ്ധി. അതിനാണ് ഒടുവിൽ ബലം കിട്ടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. അതാണ് ഇസ്ലാമിക് സൈക്കോളജിയും മോഡേൺ സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ശരിക്കും അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ഒരുപാട് സ്ഥലത്ത് ഇല്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് നമുക്കറിയാം, ഒരുപാട് ആയത്തുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും അല്ലാഹുവിനുള്ളതാണ് എല്ലാം. അപ്പൊ സ്വന്തമായി യാതൊന്നുമില്ല, തൽക്കാലം കിട്ടിയതുമായി കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഇന്നയിടത്ത് ഇന്ന ആളെന്ന് പറയുന്നത് എനിക്ക് 60 വയസ്സുണ്ടെങ്കിൽ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ മാത്രമുള്ളതാണ്. ഒരു കൈവശാവകാശം, ഒരു സ്വന്തമായി ഒന്നില്ലാത്ത ഒരു വ്യക്തിത്വമാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും ബുദ്ധിമുട്ട മനസ്സിലാക്കാൻ. അതൊന്ന് മനസ്സിലായി കിട്ടാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലായാലോ അഹന്ത ഇല്ലാതാവും, പൊങ്ങച്ച ഇല്ലാതാവും, അവനേക്കാൾ കേമനാണ് ഞാനെന്ന് വരുത്തി തീർക്കാനും കള്ളപ്രചരണം നടത്താനും ഉള്ള ത്വര ഇല്ലാതാവുന്നതാണ് അടിസ്ഥാന പ്രമാണത. അതായത് അല്ലാ ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വാഗ്ദാനം ചെയ്ത സംഗതികളൊക്കെ സത്യമാണെന്ന് നിങ്ങൾ അറിയണം. വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ, ഭയങ്കര ഒരു കരളിൽപ്പെടുന്ന വാക്കാണ്. പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അത് മനസ്സിലാക്കാത്തവരാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓണർ, സംരക്ഷകൻ, സൃഷ്ടാവ് താത്വികമായി അവർ അംഗീകരിക്കുമെങ്കിലും പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നം വരുമ്പോ അവരവരുടേതാണ് എന്നും അവരുടെ വിഭാഗത്തിൻ്റെതാണെന്നും അവരുടെ വർഗത്തിൻ്റെതാണെന്നും അവരുടെ ഭാഷക്കാരുടേതാണെന്നും അവരുടെ രാജ്യത്തിൻ്റെതാണെന്നൊക്കെ പറഞ്ഞ് മുഷ്ടി ചുരുട്ടി വൈരാഗ്യം പിടിച്ച് വെറുപ്പിന്റെ തത്വശാസ്ത്രം ജനങ്ങളുടെ ഇടയിൽ വരും. അതിലെന്താ ഉണ്ടാവുക? വെറുപ്പുണ്ടാക്കി അടി നടക്കും. അടി യുദ്ധമായാൽ ആയുധ കച്ചവടം നടത്താം. ആയുധ കച്ചവടത്തിൽ കമ്പോളത്തിൽ നല്ല വലിയ വലിയ ഏജന്റുമാരുണ്ട്. അപ്പോ ലോകത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ പലതരത്തിലുള്ള പല പണികളും ചെയ്യുന്നുണ്ട്. അതില് അറിഞ്ഞും അറിയാതെയും ആളുകൾ ലോകരാജ്യങ്ങളും ചെന്ന് വീഴുന്നതാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, വളരെ മനോഹരമായ സിറിയ, അതുപോലെ തന്നെ ബാഗ്ദാദ് ഉൾപ്പെടുന്ന ഇറാഖ്, അതുപോലെ യമന്, ഇങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സംസ്കാര സമ്പന്നമായ സ്ഥലം, ഒരുപാട് മോണ്യുമെന്റ്സ്, അതെല്ലാം തകർന്നടിഞ്ഞ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകള് പട്ടിണിയിലായി അഭയാർത്ഥികളായി ചാരിത്രം നഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ്. കുറെ ആളുകൾക്ക് അവരുടെ ഭൗതിക സുഖത്തിന് വേണ്ടി ആളുകളെ തങ്ങളടുപ്പിച്ച് ആയുധം വെച്ച് കാശുണ്ടാക്കുന്നതിന്റെ അനന്തരഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. അവര് പച്ച മനുഷ്യരാണെന്നുള്ളതാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് അഭയാർത്ഥി പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. ഒരു നേരത്തെ ആഹാരമില്ല, പട്ടിണി പേക്കോരങ്ങളുണ്ട്. ആളുകൾക്ക് പട്ടിണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ ഒരു പ്രദേശത്താകമാനിപ്പോ ചില പ്രത്യേക ചെടികൾ വെച്ച് പിടിപ്പിച്ചാല്
ഒരു 20 കൊല്ലം 25 കൊല്ലം കൊണ്ട് അവിടുത്തെ ജലാംശം ഇല്ലാതായിപ്പോകും. പ്രത്യേകിച്ച് യുക്കാലിപ്സ് ഭയങ്കരമായി വെച്ചുപിടിപ്പിച്ചാൽ അവിടുത്തെ ഭൂമിയിൽ ജലം വെച്ചു പോകും. അപ്പൊ അവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഒരു 20 കൊല്ലം 25 കൊല്ലം കഴിയുമ്പോൾ കാർഷിക മേഖലയിൽ ഭയങ്കരമായ നഷ്ടം ഉണ്ടാകും. അപ്പൊ അവർ ഇറക്കുമതി ചെയ്യും. കാശില്ലെങ്കിൽ പട്ടിണി നടക്കും. ആഫ്രിക്കയിലെ പട്ടിണി കൊല്ലങ്ങൾ നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നത് പിശാചിന്റെ ഒരു മന്ത്രമാണ്. അതില് ആളുകൾ അധികം പെട്ടിട്ട് തൽക്കാലത്തെ ലാഭത്തിനു വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം മറന്ന് പ്രവർത്തിക്കുന്നു. അവനാണ് നിങ്ങളെ ജനിപ്പിക്കുന്നതും അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവന്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് വേണം ഭൂമിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അല്ലാതെ നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ മാത്രം എടുത്ത് ചെയ്താൽ അത് പിശാചിന്റെ ദൗർബോധനത്തിൽപ്പെടും. അരാജകത്വവും നാശവും നഷ്ടവും യുദ്ധവും അതുപോലെ തന്നെ മനുഷ്യ ജീവിതം തന്നെ ഒരു നശിച്ച കോലത്തിൽ ദുനിയാവിലേക്കായി പോകുന്നത്. നിങ്ങൾ അവരിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന് ഇവിടെ പഠിപ്പിച്ച് പിന്നെയാണ് പറയുന്നത്, അല്ലയോ മനുഷ്യന്മാർ, മുസ്ലിങ്ങളെ നല്ല അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ ആരാണോ സംരക്ഷിക്കുന്നത് അവനിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സന്ദേശം, ഒരു ഉപദേശം അകത്തിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടമുണ്ടല്ലോ, അതായത് ഹൃദയത്തിനുള്ള ഒരു ശമനമാണ്, രോഗശമനമാണ്. അതായത് അത്യാർത്ഥി, അതുപോലെ തന്നെ മറ്റുള്ളവനെ പരിഗണിക്കാതെ സുഖിക്കുക എന്ന്. അതായത് പണം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. പണത്തിനാവശ്യമായതെല്ലാം സ്ഥാനം, മാനങ്ങളും മറ്റൊരു പദവികളും ഒക്കെ കൂട്ടുന്നതാണ്. ഇത് മനസ്സിന്റെ ഒരു രോഗമാണ്. ഈ തൊലൂപിക്കും മറന്നും അവരുടെ ഹൃദയത്തിൽ രോഗമാണ് എന്ന് പറഞ്ഞാൽ കാപട്യമുള്ളവരുടെ ഹൃദയത്തിൽ രോഗമാണ് എന്നതാണ്. അവൻ മാനസിക രോഗിയാണ് എന്നുള്ളതാണ്. സത്യത്തെ നിഷേധിക്കുന്നവനൊരു മാനസിക രോഗിയാണ് എന്നാണ്. എന്തിനാണെങ്കിലും സത്യത്തെ നിഷേധിക്കുന്നവൻ കെൽപ്പാണ്, നായാണ് എന്നൊക്കെ. അവന്റെ ഉദാഹരണം നായയുടെ ഉദാഹരണമാണ്. നാവ് കൃത്യമായെന്ന് വേറെ സ്ഥലത്ത് പറയും. അവൻ മൃഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം നിഷേധിക്കുക എന്നുള്ളതാണ് സത്യനിഷേധം എന്നുള്ളത്. അല്ലെന്നും പറയുന്നതിൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത് വളർത്തി സംരക്ഷിക്കുന്നത് എന്ന അബോധത്തിൽ നിന്ന് മാറി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ എന്തെങ്കിലും നിർവികാരങ്ങളും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് ഒരു ശിഫയാണ്, ഒരു ശമനമാണ് നാം നൽകുന്ന ഈ തത്വോപദേശം. എന്നിട്ട് ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് സന്മാർഗ ദർശനമാണ്, അനുഗ്രഹമാണ്. ഇത് അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള മനുഷ്യന്മാർക്ക് എപ്പോഴും അനുഗ്രഹമായിരിക്കും. അവന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നീ ഉറക്കത് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ടാണ് ഇത് ലഭിച്ചത്. ഏതെങ്കിലും ഒരു സംഗതികളിൽ ആഹ്ലാദിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ലഭിച്ചതിൽ ആഹ്ലാദിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആഹ്ലാദഭരിതരായിക്കൊള്ളുക, ആഹ്ലാദിച്ചുകൊള്ളുക ഈ ഖുർആൻ നിങ്ങൾക്ക് ലഭിച്ചതിന്റെ പേരിൽ. ഖുർആൻ നമുക്ക് കിട്ടിയതിന്റെ പേരിൽ ആഹ്ലാദം തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ള എത്ര ആളുകൾ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു. നമ്മളൊരു വിഷമം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു കഷ്ടപ്പാട്, ബേജാറ് വരുമ്പോ ഒരു ഖുർആൻ എടുത്തൊന്ന് ഓതി നോക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ ആശ്വാസം ലഭിക്കുക. എന്നിട്ട് പറയാം, അല്ലാഹ് നല്ല കുളിർമ എത്തിയിരിക്കുന്നു, റഹ്മത്തായിരിക്കുന്നു, ഇത് ഹുദൻ സന്മാർഗത്തായി ലഭിച്ചിരിക്കുന്നു, ഞാൻ ബേജാറാവേണ്ടതില്ല. സന്മാർഗം ലഭിച്ചിരിക്കുന്നു, അതുപോലെ എനിക്ക് കുളിർമ ലഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് എത്ര അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്താൽ നമ്മൾ ഖുർആൻ തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ശിഫയാണ്. ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഹൃദയത്തിന് മാനസിക പ്രശ്നം. എല്ലാ ശാരീരിക പ്രശ്നങ്ങളും മനസ്സിലൂടെയാക്കുന്നത്. അപ്പൊ ശാരീരികവും മാനസികമായ എല്ലാ പ്രശ്നങ്ങളും ഒടുവിൽ മനസ്സിലൂടെയാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മാനസികമായ എന്തെങ്കിലും വ്യതയോ പ്രയാസമോ ഉള്ള ഒരാളിന് ഒരു അനുഗ്രഹപൂർണമായ ആശ്വാസം, സന്മാർഗം ലഭിക്കുക എന്നത് ഖുർആന്റെ പ്രകൃതിയാണ്, നേച്ചറാണ്, ഫിത്രത്താണ്. അത് നമുക്ക് എപ്പോഴാണ് ലഭ്യമായിട്ടുള്ളത് നമ്മൾ ഇനി ഒന്ന് പരിശോധിച്ചാല് ഈ ഖുർആനും നമ്മുടെ ആത്മാവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട്
നിങ്ങൾ വാരിക്കൂട്ടുന്ന അല്ലെങ്കിൽ സമ്പാദിച്ചു കൂട്ടുന്ന മറ്റെന്തിനേക്കാളും ഉത്തമമാണ് ഇത് എന്നുള്ളതാണ്. ഈ ഖുർആൻ ലഭ്യമായത്, ഈ ദിവ്യ ദർശനം, ഈ സന്മാർഗ ദർശനം ലഭ്യമായത് അതൊരു അനുഗ്രഹപൂർണമായ ഒരു സംഗതിയാണ്, ആശ്വാസപ്രദമാണ്, ആഹ്ലാദദായകമാണ്. നിങ്ങൾ ആഹ്ലാദിച്ചുള്ളൂ. മറ്റെല്ലാ സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കിട്ടിയതിൽ ആഹ്ലാദിക്കാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞിരുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ഖുർആൻ കൊണ്ട് ആഹ്ലാദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരണം അത് അല്ലാഹുവിന്റെ കലാമാണ്, നമുക്കുള്ള ഉപദേശമാണ്. അത് നമ്മുടെ ബുദ്ധിയെ നേരായി നയിക്കും. ബുദ്ധി നേരായാൽ, ചിന്ത നേരാവുമ്പോ, ആഗ്രഹങ്ങൾ നേരാവുമ്പോ, ബന്ധങ്ങൾ നേരാവുമ്പോ എല്ലാം കാരുണ്യത്തിന്റെ ബഹിസ്ഫുരണമാവും. കാരണം പ്രപഞ്ചത്തിന്റെ അടിത്തറ കരുണയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കതബ അലാ നഫ്സിഹി അർ-റഹ്മ, കാരുണ്യം സത്തയിൽ എഴുതപ്പെട്ടതാണ്. ഒരുപാട് കൈയും കാലും തലകളുള്ള ആളുകളെ പേടിപ്പിക്കുന്ന ഒരു ദൈവസങ്കല്പമല്ല, കാരുണ്യത്തിന്റെ ദൈവസങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകുന്നത്. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹുവിനുള്ള കാരുണ്യത്തിന് 100 ഭാഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എടുത്ത് പറയുന്നത് കാരുണ്യം 100 അതിൽ 99 അല്ലാഹു തആല പരലോകത്ത് റിസർവ് ചെയ്തിട്ടാണ്. ഒരു പാർട്ട് അവിടെ എത്തിയത്. ആ ഒരു പാർട്ട് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗം കൊണ്ടാണ് മൊത്തം പ്രപഞ്ചം ഫംഗ്ഷൻ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു കുതിര കാല് പൊക്കിയിട്ട് താഴ്ത്തുമ്പോൾ അതിനടുത്തുള്ള കുട്ടിനെ പറഞ്ഞ് തട്ടാതെ വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്, നേച്ചർ, ബൈ നേച്ചർ, അതായത് ഇതിന്റെ ഫിത്രത്താണ്. അതിന്റെ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ നോക്കിയാറിയാം, ഈ പശുക്കൾ കാലെടുക്കുമ്പോൾ കുട്ടിയുടെ പുറത്ത് തട്ടാതെ, ചെറിയ കുട്ടിയാണെങ്കിൽ തട്ടിയാൽ കുട്ടിക്ക് കുഴപ്പമാണ്. അത് സംഭവിക്കുന്നതും ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചിരിക്കാൻ കഴിയുന്നത്, ഒരാളോട് സലാം പറയാൻ കഴിയുന്നത് ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം കാണുമ്പോ അല്ലാഹുമ്മ ബാരിക് ഫീഹി എന്ന് പറയാൻ കഴിയുന്നത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മറക്കാതെ ഭക്ഷണത്തിന് മുമ്പേ വെള്ളത്തിൽ കുടിക്കുന്നതിന് മുമ്പ് പറയാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അത് കാരുണ്യത്തിന്. കാരണം ഈ അൽഹംദുലില്ലാഹ് ഒരുപാട് സവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരാളിന് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ഒരു അവസരം നൽകുക, എന്നിട്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സവാബ് കൊടുക്കുക. നമ്മളോട് ചെലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഴുന്നേറ്റ് കഴിക്കുക. നാം എന്താണോ നൽകിയത് അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളാം. സ്വന്തമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളെ ചെലവഴിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് മാത്രമാണ്. അങ്ങനെ അല്ലാഹു തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ മാത്രമേ ഹിദായത്തുള്ളൂ എന്നതാണ്. ഇതിൽ ഹിദായത്തുണ്ട് ആർക്കാ? സൂക്ഷ്മതയുള്ളവർ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായി തന്നെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. വയഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. കണ്ടീഷന. പിന്നെ 3 പേരെയും പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയ്ക്ക് വിധേയമാവും എന്ന ഒരു യാഥാർത്ഥ്യവും. ഇത് ജനങ്ങളിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല, അധികം ആളുകളത് മനസ്സിലാക്കുന്നില്ല. ഈ പ്രപഞ്ചവും ജീവിതവും മനുഷ്യനും അവന്റെ വികാരങ്ങളൊക്കെ നമ്മുടേതാണ്. നാം താൽക്കാലികമായ ഒരു ജീവിതത്തിന് വേണ്ടി അയച്ചതാണ്. കിട്ടിയ സമയം കൊണ്ട് കടിച്ചു കീറി ചോര ചിന്തി തുപ്പി നാട്ടി കുളമാക്കി, ദുന്യാവിലെ ജീവിതവും കുളമാക്കി പരലോകത്തെ ജീവിതവും കുളമാക്കാനുള്ള കഠിനാധ്വാനത്തിലൂടെ നിന്റെ രക്ഷിതാവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ജീവിത പദ്ധതിയാണ് നാം നിനക്ക് തന്നിരിക്കുന്നത്. നീ താൽക്കാലികമായി പാർക്കുന്ന ഇടത്തിൽ നിന്റെ പൊങ്ങച്ചം കാണിക്കാൻ, നിന്റെ പെരുമ ഉണ്ടാക്കാൻ, നീയാണ് വലുത് എന്ന് പറയാൻ വേണ്ടി പരസ്പരം കുത്തിക്കീറി അടിച്ചു പൊളിച്ച് രക്തം ചിന്തി ഭൂമിയിലെ ജീവിതം ദുസ്സഹമാക്കാനല്ലോ നമ്മളെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള അവസ്ഥ. ഇത് മനുഷ്യന് മനസ്സിലായില്ലെങ്കിൽ അവൻ മൃഗത്തെക്കാൾ കഷ്ടമായിരിക്കുമെന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്തെടുത്ത് പറയുന്നു. അപ്പൊ അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ ഭാഷ അതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. അതാണ് സഹോദരങ്ങളോട്, മൊത്തം മനുഷ്യരോട് പറയാ, അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് പറയണം. നമ്മൾക്ക് തന്നെ ഇത് മനസ്സിലായില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കില്ല. അതുകൊണ്ട് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയും അതിന് ഗൗരവം ഉൾക്കൊള്ളുകയും എന്നിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ശ്രമിക്കുകയും ചെയ്ത് അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نزيدنا كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الكرام أوصيكم وإياي ثانيا بتقوى ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്. ശരി, ഈ തത്വമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പുതുതായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. മനുഷ്യന്മാരിൽ അധികം ആളുകൾ വിശ്വസിക്കില്ല. എന്താ നമുക്കറിയില്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നവരല്ല. അല്ല പറഞ്ഞാൽ നമുക്കറിയുള്ളൂ. അവരെപ്പോഴും കുഴപ്പമുണ്ടാകാൻ ശ്രമിക്കും. അവസാനം അവരെ നശിച്ചറിയാം. അത് നമുക്കറിയാം. സാലിഹ് നബിയുടെ, ഹൂദ് നബിയുടെ, ലൂത്ത് നബിയുടെ അധികം ജനങ്ങളെയും നശിപ്പിച്ച കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഓരോരുത്തരും ഓരോ കോലത്തില് കിട്ടിയത് നമുക്കുള്ളതാണ്, ഇത് ഹലാലാണ്, ഇത് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിധി കൽപ്പിക്കുകയും തോന്നിയാസം കാണിച്ച് ജീവിക്കുകയും ചെയ്യാം. അതൊരു തരം ഫ്ലോട്ടിങ് എയിംലെസ്ലി എന്നതാണ്. അതായത് ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അലയുക എന്നുള്ളതാണ്. ലക്ഷ്യമില്ലാതെ ഉള്ള സത്യവിശ്വാസിക്ക് അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ്. അവന്റെ ലക്ഷ്യം സ്വർഗമാണ്. അതുകൊണ്ട് അതിന് ചില നടപടിക്രമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. അവൻ ഓരോ സംഗതി ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് എടുത്തു പറയേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ലദൂ ഫദ്ലിൻ അലന്നാസ്, വളരെ കരുണയുള്ളവനാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, കാരുണ്യത്തിന്റെ അങ്ങേയറ്റമാണ് അല്ലാഹു നമ്മളോട്. നമ്മുടെ മാതാവിന് നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ ആഴത്തിലുള്ള കാരുണ്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടുണ്ട്. ബനീ ഇസ്രായേൽ ഒരു കഥ പല പ്രാവശ്യം പറഞ്ഞാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുക. ഒരുത്തൻ അവന്റെ ജീവിതകാലം മുഴുവൻ തോന്നിയ ശരീരിച്ചു. കുറെ മക്കളുണ്ടായിരുന്നു. മരിക്കാൻ നേരത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാല് കത്തില്ല, എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് ചാര കടപ്പുറത്ത് കൊണ്ട് വെച്ച് ഇങ്ങനെ തൂറ്റിക്കളയണം. അപ്പൊ മക്കള് വസിയത്തായിട്ട് അങ്ങനെ ചെയ്തു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനോട് പറഞ്ഞ ആ ചാര കൊണ്ട് അടിച്ചു കൂട്ടാൻ പറഞ്ഞു. തീയോട് പറഞ്ഞു, നീ കത്തിക്കുന്നതിന് മുമ്പുള്ള രൂപമുണ്ടല്ല, കത്തിച്ചത് അത് ക്യാൻസൽ ചെയ്തു. പഠിച്ചതിന് പ്രധാന കാര്യാലയങ്ങൾ IAS ചെയ്ത അവസാനം ഡെഡ് ബോഡി ആയപ്പോ മലക്കൽ മദ്ദിനോട് പറഞ്ഞു, റോഹാണ്ട് കൊടുത്തു. ആ പിടിച്ചോ അപ്പൊ എഴുന്നേറ്റ്, എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത്? പഠിച്ചോനെ, നീയാണ് എന്റെ രക്ഷിതാവെന്ന് എനിക്ക് അടിസ്ഥാനപരമായി. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു പരിഗണന തന്നിട്ടില്ല, ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ എന്നെ കാണാൻ വന്ന എന്റെ ഇതിന്റെ അവസ്ഥ പേടിച്ചു പറഞ്ഞതാണ്. അപ്പൊ അതാണ് ചോദ്യം, നീ എന്നെ ഭയന്നിട്ടാണോ? പൊറുത്തിരിക്കുന്നു, അവന് സ്വർഗം എടുക്കുന്നു. ഇത് വളരെ ഗൗരവമുള്ള ഒരു, എല്ലാ ആളുകളും പറയുന്നത് ഖുദ്സിയ ഹദീസ, പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ആഴം ഈ തമ്പുരാനെ കരുണാമയനെന്നും കാരുണ്യവാനെന്നുള്ള വാക്കുകളിൽ മാത്രം വിളിച്ചാൽ മതിയാവൂ. ആശയിൽ വാക്കുണ്ടാവൂ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ വിഷമത്തിന്റെ സന്ദർഭത്തിൽ, വേദനയുടെ സന്ദർഭത്തിൽ, ബേജാറിന്റെ സന്ദർഭത്തിൽ തമ്പുരാനെ, പഠിച്ചവനെ കാക്കണേ, രക്ഷിക്കണേ, സഹായിക്കണേ എന്നൊക്കെ നിലവിളിച്ചു പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളിവിടെ മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അറിയാതെ ആകാശലോകത്ത് നിന്ന് ഇങ്ങനെ മാലാക്കന്മാർ വഴിയുണ്ട് വരും. ഈ തമ്പുരാനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അറിയില്ലേ? ഈ തമ്പുരാനാണ് നിങ്ങളെ രക്ഷിച്ചു വളർത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനോവികാരങ്ങൾ, നിങ്ങളുടെ ചിന്താഗതികൾ എല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നീ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഖുർആൻ എന്തെങ്കിലും പാരായണം ചെയ്താൽ, വലാ തഅലമൂന വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈഹിം ശുഹൂദാ. അതായത് നീ ഏത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നാം ഹാജരല്ലാത്ത വിധത്തിൽ നിനക്കത് ചെയ്യാൻ സാധ്യമാവില്ല. നാം നിന്നോടൊപ്പം ഉണ്ടാവും.
നീ എവിടെയാണോ അവിടേക്ക് നാം ഉണ്ടാവുമെന്ന് പറയാം. ഇത് തുഫീദുനഫി, നീ അതിൽ മുഴുകിയിരിക്കുമ്പോൾ. വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഒരു ആറ്റമോ അതിന്റെ ചെറുതോ അല്ലെങ്കിൽ അതിന്റെ വലുതോ ആയ 1900-ലാണ് ആറ്റമിനെ വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത്. ഇത് 1400 വർഷത്തെ, 1900 എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം പറയാം, ഇപ്പൊ 2010 1900 അത് കണ്ടുപിടിച്ചത്. 1400 വർഷത്തെ പഴക്കമുണ്ട് ഇതറിയും. അന്ന് ആറ്റത്തിനേക്കാൾ ചെറിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഖുർആൻ അപാരമായ മോചിതത്താണ്, അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് വിളിച്ചോതുന്ന ഒരായത്തത്. ഒരാറ്റത്തിനേക്കാൾ വലുതോ ആറ്റത്തിനേക്കാൾ ചെറുതോ ഏത് സംഗതിയായാലും അത് നിശ്ചിതമായി രേഖപ്പെടുത്താതെ ഉണ്ടാവില്ല നിനക്ക് സംഭവിക്കുന്നതും നിന്നിൽ നിന്ന് സംഭവിക്കുന്നതും. അതുകൊണ്ട് നീ ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹുവിന്റെ കൈകാര്യകർത്താവായി മാറും എന്നാണ്. ആ കൈകാര്യകർത്താവനാണ് ഒലി എന്ന് പറയുന്നത്. ഔലിയ അല്ലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഒലി എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി, യഥാർത്ഥത്തിൽ ഈ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവന് കാണിക്കുന്ന സത്യത്തിന്റെ സാക്ഷിയായ വിശ്വാസി, അവന് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, യാതൊരു ഭീതിയോ സങ്കടമോ ഒന്നും ആവശ്യമില്ല. അല്ലദീന ആമനൂ കാനൂ യത്തഖൂൻ, അവരെല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കും. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ, അവർക്കാണ് ഐഹിക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ശുഭവാർത്തയുള്ളത്. അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ഓരോ ചലനത്തിലും ശുഭവാർത്തയാണ്. അവൻ എയിംലെസ് ആയിട്ട് ലക്ഷ്യബോധമില്ലാതെ വിവരം കിട്ടവനെ പോലെ നന്ദി കെട്ടവനെ പോലെ ജീവിക്കേണ്ടവരെല്ലാം അവൻ ജീവിക്കുകയില്ല എന്നാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാ, അല്ലാഹു പറഞ്ഞത് അവൻ ലംഘിക്കൂല. അതുകൊണ്ട് വലാ യഹ്സുമ ഖൗലുഹും ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്നെ ഭത്സിക്കുന്ന, നിന്നെ കുറ്റപ്പെടുത്തുന്ന, പ്രാകൃതൻ എന്ന് പറയുന്ന, ഭീകരനും തീവ്രവാദി എന്നും പറയുന്ന ആളുകളുടെ വാക്കുകൾ പണ്ടുണ്ടായിട്ടുണ്ട്. അത് നിന്നെ വിഷമിപ്പിക്കാതിരിക്കട്ടെ പ്രവാചകരെ. ഒരിക്കലും അത്തരം ആളുകളുടെ ജൽപ്പനങ്ങൾക്ക് മുമ്പിൽ നീ പതറിപ്പോകരുത്. സത്യം ഇതാണ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് ഇതെല്ലാം നോക്കുന്നത്. അവൻ കരുണാമയനാണ്. ഏത് കുറ്റവാളിക്കും പുറത്തു കൊടുക്കാൻ സന്നദ്ധമാണ്. അവൻ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ജനങ്ങളെ നന്മയിലേക്ക് വിളിച്ചുകൊള്ളുക, സ്നേഹത്തിലേക്ക് വിളിച്ചുകൊള്ളുക, കരുണയിലേക്ക് വിളിച്ചുകൊള്ളുക. അവിടെയാണ് ശാന്തിയുള്ളത്. വല്ലാഹി യദഉ ഇലാ ദാറുസ്സലാം, അല്ലാഹു വിളിക്കുന്നത് ശാന്തിയുടെ ഭവനത്തിലേക്കാണ്. അങ്ങോട്ടാണ് സത്യവിശ്വാസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തകരാറുകൾ വരും, പക്ഷേ കറക്റ്റ് ചെയ്ത് നിരന്തരമായി പുറത്തു കൊടുക്കുന്നവൻ, ഒരു പ്രാവശ്യം പുറത്തുനല്ല, കണ്ടിന്യൂസ്ലി ഫോർഗിവിംഗ്, കോൺസ്റ്റന്റ്ലി ഫോർഗിവിംഗ്. ഒന്നൊരു അബദ്ധം പറ്റി തൗബ ചെയ്താൽ, വീണ്ടും അബദ്ധം പറ്റി തൗബ ചെയ്താൽ, അങ്ങനെ അന്ത്യശ്വാസം വരെ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ നിരന്തരമായി പുറത്തു തരാൻ കഴിവുള്ള, സന്മനസ്സുള്ള, കാരുണ്യമുള്ള മഹാരക്ഷിതാവാണ് നിങ്ങളുടെ രക്ഷിതാവ്. ആ രക്ഷിതാവിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ അയച്ചിട്ടുള്ളത് എന്ന ബോധത്തോടുകൂടി സത്യവിശ്വാസം ജീവിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മനസ്സിലാക്കി പ്രവർത്തിച്ച് പ്രായോഗിക ജീവിതത്തിൽ പകർത്തി വിജയിച്ച് ശാന്തമായി സംതൃപ്തമായി ഇവിടെ നിന്ന് മടങ്ങാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر أبو بكر وعمر وعثمان وعلي حمزة والعباس والحسن والحسين ومن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തും പാപിക്കാൻ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, ആളുകൾ, മുൻകാല സത്യവിശ്വാസം എല്ലാവർക്കും പുറത്തും പാപിക്കാണ്. തമ്പുരാനെ, ഞങ്ങളിൽ മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങൾ എന്നുള്ള പൂങ്കാവനങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ.
അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ബന്ധുമിത്രാദികൾക്ക് ആശ്വാസവും സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും ജോലികളിലും കച്ചവടത്തിലും കൃഷിയിലും വിവിധ ഏർപ്പാടുകളിലും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതിന്റെ ആത്മചൈതന്യം ഉൾക്കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും അങ്ങനെ റാളിയത്വം മറുതിയായി ഇപ്പോഴുന്നതിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശക്തറാച്ചൻ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അപകടങ്ങൾ പ്രവിശാലങ്ങളും പ്രഭാവപൂരിതങ്ങളുമാക്കി മാറ്റണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ചു തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചു തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.